റൈസ് വെക്കാൻ വേണ്ടിയിട്ട് എന്നോട് ഇങ്ങനെ പറഞ്ഞു, തിയറി ക്ലാസ് ഒക്കെ എനിക്ക് എടുത്തു തന്നു മനീഷ. അപ്പോൾ എന്നോട് പറഞ്ഞത് ഒരു വിസിൽ മതി, ഒരു വിസിൽ വന്നു കഴിയുമ്പോഴേക്കും ഇങ്ങനെയാണ് പറഞ്ഞത്, ഒരു വിസിൽ മതി, അത് കഴിഞ്ഞിട്ട് തുറക്കണമെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ എന്താക്കി, ഒരു വിസിൽ വന്നു, പിന്നെ തുറക്കണമെന്നുണ്ടെങ്കിൽ വിസിൽ ഊരണം. അപ്പോൾ ഞാൻ ഇതിന്റെ മണ്ടയ്ക്ക് വന്ന് വിസിൽ ഊരി ചെയ്തു. ഇവിടുന്ന് അങ്ങ് പൂത്തിരി പോലെ ഭയങ്കരമായിട്ട് അങ്ങ് തെറിക്കാൻ തുടങ്ങി. എന്ന് പറഞ്ഞ് തെറിച്ച ഇവിടെ ഫുള്ള് അടുക്കള ഫുള്ള് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ഫുള്ള് അങ്ങ് തെറിക്കാൻ തുടങ്ങി. അങ്ങനെ തെറിച്ചതിന്റെ പരിണിതഫലമായിട്ടാണ് മണ്ടയ്ക്ക് കണ്ടോ ഈ ഒരു സാധനം. അങ്ങനെ ഫുള്ള് കളറും കാര്യങ്ങളൊക്കെ പോയി ഇവിടെ ഫുള്ള് അത് തെറിച്ചു കഴിഞ്ഞപ്പോൾ എനിക്ക് പേടിയായി. ഇത് കുക്കർ ഇങ്ങനെ അനങ്ങാനും തുടങ്ങി. ഞാനാണെങ്കിൽ ഗ്യാസ് ഓഫ് ചെയ്യാൻ മറന്നുപോയി. ഈ വിസിൽ ഞാൻ അങ്ങോട്ട് പൊക്കും ചെയ്തു. കുക്കറിലാണെങ്കിൽ ഗീ റൈസ് ആവശ്യത്തിനേക്കാൾ കൂടുതൽ വെള്ളമായിപ്പോയി. അതുകൊണ്ട് ഇതിങ്ങനെ തെറിച്ച് പോയത്. ഞാൻ ഓടി റൂമിൽ കയറി ഞാൻ വാലടിച്ചു. എൻ്റെ പേര് കുക്കർ അങ്ങനെ ഇങ്ങനെ ആടി പൊട്ടിത്തെറിക്കുമോ, എൻ്റെ തലയിലേക്ക് കുക്കർ വീഴും. എൻ്റെ ആ ചെറിയമ്മയുടെ തലയിലേക്ക് ഒരു വട്ടം ഇതേപോലെ കുക്കർ പൊട്ടിത്തെറിക്കുമല്ല, അതിൻ്റെ വാഷർ എന്തോ വിഷയമായിട്ട് അതിൻ്റെ അടപ്പ് ഇങ്ങനെ മേലോട്ട് പോയിട്ട് പുള്ളിക്കാരത്തിൻ്റെ തലയിലേക്ക് വീണിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് എൻ്റെ ലവ് എന്ന് വിചാരിച്ച് ഞാൻ ഓടി അകത്ത് കയറി വാതിലടച്ചു. പിന്നെ ഇച്ചിരി കഴിഞ്ഞ് വന്ന് നോക്കിയപ്പോഴേക്കും അടുക്കളയൊക്കെ അങ്ങ് കാണണമായിരുന്നു. നമുക്ക് കഞ്ഞിവെള്ളം കൊണ്ട് അങ്ങ് മെഴുകി സെറ്റായി. പിന്നെ നമുക്ക് ക്ലീൻ ആക്കി എടുത്തു. ഇപ്രാവശ്യം ഈ അബദ്ധങ്ങളൊന്നും പറ്റാതെ നല്ല ഭയങ്കര വെറൈറ്റി വരത്തില്ല, വിട്ട് കിടക്കുന്ന ഗീ റൈസ് ഉണ്ടാക്കാനാണ് എൻ്റെ പ്ലാൻ. അപ്പോൾ നമുക്ക് ഗീ റൈസും ചിക്കൻ കറിയും.